ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം വയത്തഖിദഹാ ഹുസുവ ഉലൈക ലഹും അദാബും മുഹീൻ. ഈ ആയത്താണ് വിശദീകരിച്ചത്. ഇതിൽ നമ്മൾ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട മസ്അലയാണ് പ്രത്യേകം പരാമർശിച്ചത്. ഇവിടെ ഈ ആയത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇനിയുണ്ട്. അതിലൊന്ന്, വമിനന്നാസ്, ജനങ്ങളിൽ ചിലരുണ്ട്, മൻ യശ്തരി, അവർ വാങ്ങുന്നു, ലഹ്വൽ ഹദീസ്, ലഹ്വൽ ഹദീസിനെ വാങ്ങുന്നു. നമ്മൾ പറഞ്ഞു ലഹ്വൽ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരർത്ഥകമായ ബാത്തിലായ ഹദീസ്, അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ. അതെന്തിനാണ് വായിക്കുന്നത്? ലിയുദില്ല അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ സബീലിനെ തൊട്ട് തെറ്റിക്കുന്നതിന് വേണ്ടി. ബിഗൈരി ഇൽമിൻ, യാതൊരു ഇൽമുമില്ലാതെ, അറിവുമില്ലാതെ. വയത്തഖിദഹാ ഹുസ്വ, അതിനെ അവർ പരിഹാസ്യമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇവിടെ യാതൊരു ഇൽമും കൂടാതെ എന്ന് പറഞ്ഞ്, യാതൊരു അറിവും കൂടാതെയാണ് എന്ത് ചെയ്യണത്? അള്ളാഹിൻ്റെ മാർഗത്തെ തൊട്ട് തെറ്റിക്കുന്നത്. അല്ലെങ്കിൽ യാതൊരു അറിവും കൂടാതെയാണ് ഈ ലഹുൽ ഹദീസിനെ വാങ്ങിയിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്നത്. അപ്പോൾ യാതൊരു ഇൽമും കൂടാതെ എന്ന് പറഞ്ഞാൽ ഏത് ഇൽമ്? ഏതിനെക്കുറിച്ചുള്ള ഇൽമ്? ഇവർ വാങ്ങിക്കലാണല്ലോ. വാങ്ങിക്കുമ്പോൾ കൊടുക്കും വേണ്ടേ? കൊടുത്തിട്ടല്ലേ വാങ്ങിക്കുക. ഇഷ്തിറ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കലാണ്, കൊടുത്ത് വാങ്ങിക്കല്ലേ. അപ്പോൾ ഇവിടെ ഇവർ വാങ്ങിക്കണ ഈ ലഹുൽ ഹദീസാണ് അല്ലേ. അതിന് പകരം കൊടുക്കുന്നത് എന്താ? പകരം കൊടുക്കുന്നത് എപ്പോഴും വാങ്ങിക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടതും നമുക്ക് ഉപകാരപ്പെടുന്നതും മുന്തിയതാണ് വാങ്ങേണ്ടത്. പക്ഷേ ഇവർ വാങ്ങണത് ബാത്തിലാണ് അല്ലേ, വ്യർത്ഥവും അസത്യവും അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യമാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബിഗൈരി ഇൽമി എന്ന് പറഞ്ഞാൽ ഇടപാടിനെ കുറിച്ച്, തിജാറത്ത്, കൊള്ളക്കൊടുപ്പിനെ കുറിച്ച് യാതൊരു ഇൽമുമില്ല. അതാണ് ഇതിൻ്റെ ഒരു വിഷയം. മറ്റൊന്ന്, ഇവിടെ ഇതൊരു ഉദാഹരണമാണ്. ഇവർ ബാത്തിൽ വാങ്ങുകയാണ് ഹക്ക് കൊടുത്തിട്ട് അല്ലേ. അതേപോലെ ഹുദ, സന്മാർഗം കൊടുത്തിട്ട് അവർ ദലാലത്തിനെ വാങ്ങുകയാണ്. മനസ്സിലല്ലേ? അപ്പോൾ ഹുദ കൊടുത്ത്, സന്മാർഗം കൊടുത്ത് ദലാലത്ത്, ദുർമാർഗം വാങ്ങണമെങ്കിൽ ഇവർക്ക് എന്തില്ല? സന്മാർഗത്തെക്കുറിച്ചൊരു ബോധമല്ല. അതേപോലെ തന്നെ ഇവർ ബാത്തിലാണ് വാങ്ങണത്, കൊടുക്കണത് ഹക്കാണ്, ഹക്കിന് പകരമാണിത് വാങ്ങണത്. അപ്പോൾ ഇവർക്ക് ഹക്കിനെ കുറിച്ച് എന്തില്ല? ഒരു ഇൽമില്ല. അപ്പോൾ അതാണ് ബിഗൈരി ഇൽമിൻ. ഇടപാടിനെ കുറിച്ച് വിവരമില്ല, ഹക്കിനെ കുറിച്ച് വിവരമില്ല, സന്മാർഗത്തെക്കുറിച്ച് വിവരമില്ല. അങ്ങനെയാണ് അവരെന്ത് ചെയ്യണത്? ഇത് വാങ്ങിച്ചിട്ട് അള്ളാഹിൻ്റെ മാർഗത്തൊട്ട് അവർ തെറ്റിക്കുന്നത് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ലിയുദില്ല എന്ന ഖിറാഅത്തുണ്ട്, അതേപോലെ ലിയദില്ല എന്ന ഖിറാഅത്തുണ്ട്. യദില്ല, പിഴക്കുന്നതിന് വേണ്ടി. പിഴച്ചാൽ എന്താ സംഭവിക്കുക? പിഴച്ചാൽ പിഴപ്പിക്കൽ സംഭവിക്കും. അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിഴച്ചാൽ പിഴപ്പിക്കൽ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ലിയുദില്ല എന്ന ഖിറാഅത്തിനേക്കാൾ ചിലർ ലിയദില്ല എന്ന ഖിറാഅത്തിനാണ് പ്രാമുഖ്യം പറഞ്ഞത്. കാരണം എന്താ? പിഴച്ചിട്ടുണ്ടെങ്കിൽ പിഴപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ലിയദില്ല എന്ന ഖിറാഅത്ത് ആ പാരായണത്തെ മുഖവിലക്കെടുത്തവരുണ്ട്. എന്തായാലും യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിക്കുന്നതിന് വേണ്ടി ലഹ്വുൽ ഹദീസ് വാങ്ങിക്കുന്നവരുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മളതിൻ്റെ അവതരണ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ തുടർന്ന് പറഞ്ഞു വയത്തഖിദഹ ഹുസുവ. എന്താ വയത്തഖിദഹ? അതിനെ അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഹുസുവൻ എന്താ? പരിഹാസമായി. ഇവിടെ വയത്തഖിദഹ, അതിനെ അവർ പരിഹാസ്യമായി സ്വീകരിക്കുന്നതിനും വേണ്ടി എന്നർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ ഈ ഹ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? എന്ന് പറഞ്ഞാൽ
ആയാത്ത്, അവിടെ ഹാ എന്ന് പറഞ്ഞാൽ അതിനെ എന്നാണ്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞില്ല തിൽക്ക ആയാത്ത്, പിന്നെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അൽ ആയാത്ത്, അതിലേക്കാണ് ഇതിൻ്റെ മടക്കം എന്നാണ്. അള്ളാഹു പറഞ്ഞിട്ട് വലാ തത്തഖിദു ആയാത്തി ഹുസുവ, നിങ്ങൾ എൻ്റെ വചനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഹുസുവൻ, പരിഹാസമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞില്ലേ. വത്തഖദു ആയാത്തി വറുസുലി ഹുസുവ, അവർ എൻ്റെ വചനങ്ങളെയും റസൂലുമാരെയും പരിഹാസമായി സ്വീകരിച്ചു എന്ന് പറഞ്ഞില്ലേ. അത് പാടില്ലാത്ത കാര്യമാണ്. അതാണ് ഇവിടെ ഉദ്ദേശം. വയത്തഖിദഹ, അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവർ സ്വീകരിക്കുന്നു, ഹുസുവൻ, പരിഹാസമായി. ചിലർ പറഞ്ഞില്ല ഈ യത്തഖിദഹ എന്ന് പറഞ്ഞാൽ സബീൽ, സബീൽ അള്ളാഹിൻ്റെ മാർഗം, അതിനെ അവർ പരിഹാസമാക്കുന്നു എന്നുള്ളത്. അള്ളാഹിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞില്ല ലി യുദില്ല അൻ സബീലിൽ, അള്ളാഹിൻ്റെ മാർഗത്തെ തൊട്ട് പഴപ്പിക്കാൻ. അള്ളാഹിൻ്റെ മാർഗം ഏതാണ് ആ മാർഗം? അള്ളാഹിൻ്റെ മാർഗം ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീം, അള്ളാഹിൻ്റെ നേർമാർഗം, അതാണ് ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാമിനെ പരിഹാസമാക്കുന്നതിന് വേണ്ടി എന്നാണ്, പരിഹാസമാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ സബീലില്ല, സബീൽ എന്നുള്ളത് പിന്നെ മുദക്കർ പുല്ലിംഗമാണോ മുഅന്നസ് സ്ത്രീലിംഗാണോ? സബീൽ എന്നുള്ളതല്ല, ഇവിടെ സബീലില്ല എന്നുള്ളത്. സബീൽ എന്നുള്ളത് പിന്നെ മുദക്കറാണോ മുഅന്നസാണോ? സബീൽ ഇത് മുദക്കറാണ് അല്ലേ, പുല്ലിംഗാണ് അല്ലേ, അത് മുഅന്നസുമാണ്, സ്ത്രീലിംഗം അതിന് പ്രയോഗിക്കും. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെന്താ പറഞ്ഞേ, കുൽ ഹാദിഹി, ഹാദിഹി സബീലി, ഹാദാ സബീലി എന്നല്ല, ഹാദിഹി സബീലി, ഇതെൻ്റെ സബീലാകുന്നു. അവിടെ ഹാദിഹിയാ പ്രയോഗിച്ചത്, ഹാദിഹി സ്ത്രീലിംഗാണ്, ഹാദിഹി സബീൽ. അതേപോലെ തന്നെ സബീൽ എന്നുള്ളത് കൂടുതലും വന്നിട്ടുള്ളത് എവിടെയാണ്? മുദക്കറായിട്ടാണ്, സ്ത്രീലിംഗമായിട്ട്. ഈ പദത്തിൻ്റെ പ്രത്യേകതയാണ് അത്. സ്ത്രീലിംഗമായിട്ടും പ്രയോഗിക്കും, പുല്ലിംഗമായിട്ടും പ്രയോഗിക്കും. ഞാനിവിടെ ഉണർത്തിയിട്ടും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കവിത, തമന്ന റിജാലുൻ അൻ അമൂത ഫഇൻ അമുത് ഫതിൽക സബീലുൻ ലസ്തു ഫീഹാ ബി ഔഹദി എന്നാണ്. ചില ആളുകൾ ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു. തമന്ന റിജാലുൻ അൻ അമൂത്, ചില ആളുകൾ ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു. വ ഇൻ അമുത്, ഇനി ഞാൻ മരിക്കുകയാണ് എങ്കിൽ ഫതിൽക സബീലുൻ, തിൽക സബീലുൻ, ആ വഴി, ലസ്തു ഫീഹാ ബി ഔഹദി, ആ വഴിയിൽ ഞാൻ മാത്രമല്ല, അവിടെ ഫീഹ എന്നാ ഫി സബീസ്, ആ വഴിയിൽ ഞാൻ മാത്രമല്ല എന്നാണ് പറയുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ പറഞ്ഞില്ലേ മിസ്റിലേക്ക് വന്നപ്പോൾ അതെ മക്കയിൽ ഗസയിൽ ജനിച്ചു, മക്കയിൽ വളർന്നു, പിന്നെ വൈജ്ഞാനികമായി തികവ് മദീനയിൽ വെച്ചുണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക ജീവിതം ബഗ്ദാദിലേക്ക് പോയി. പിന്നെ ബഗ്ദാദിൽ നിന്ന് പിന്നെ മിസ്റിലേക്ക് വന്നു. മിസ്റിലേക്ക് വന്നപ്പോൾ അവിടെ ഇമാം മാലിക്കിൻ്റെ ശിഷ്യന്മാരും അവിടുത്തെ വിജ്ഞാനാണ്. അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മിസ്റിലെത്തിയപ്പോൾ ഭയങ്കര പേരായി, പ്രശസ്തിയായി, പിന്നെ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിന് വലിയ സ്വീകാര്യതയായി. മനസ്സിലായല്ലേ? അപ്പോൾ ഇമാം മാലിക്കിൻ്റെ വിജ്ഞാനം മാഞ്ഞു പോകുമോ എന്നൊരു വിഷമം ചിലർക്കുണ്ടായി. അപ്പോഴാണ് അവർ ഇമാം ഷാഫി മരിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്ത്, ഇമാം ഷാഫി മരിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തു. ചില ഞാൻ പറഞ്ഞില്ലേ അഷ്അബ് എന്നവരൊക്കെ അതിൽ പെട്ടതാണ്. അത് ഇമാം ഷാഫി കേട്ടു, താൻ മരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് ഇമാം ഷാഫി ഇത് ചൊല്ലുന്നത്, തമന്ന റിജാലും, ചില ആളുകൾ ആഗ്രഹിക്കുന്നു, അൻ അമൂത്ത്, ഞാൻ മരിക്കാൻ, വ ഇൻ അമൂത്ത്, ഇനി ഞാൻ മരിക്കുകയാണ് എങ്കിൽ ഫതിൽക സബീലുൻ, ആ വഴി, ലസ്തു ഫീഹാ ബി ഔഹദി, ഞാൻ മാത്രമല്ല ആ വഴിയിൽ, എല്ലാവരും ആ വഴിയിൽ വരാനുള്ളവരാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഞാൻ അവിടെ പറഞ്ഞത് ഈ സബീൽ എന്നുള്ളത് പുല്ലിംഗായിട്ടും സ്ത്രീലിംഗായിട്ടും പ്രയോഗിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വയത്തഖിദഹ, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് പഴപ്പിക്കാനും ആ മാർഗത്തെ സ്വീകരിക്കാനും, എന്തായി സ്വീകരിക്കാൻ, ഹുസുവൻ, പരിഹാസമായിട്ട് സ്വീകരിക്കാനും പിന്നെ എന്ത് ചെയ്യുന്നു വേണ്ടിയിട്ടാണ് ഇത് വാങ്ങുന്നത് എന്നാണ് ചിലർ പറഞ്ഞത്. ഈ ലഹ്വുൽ ഹദീസ്, അതാണ് ഇവിടെ ഉദ്ദേശം. ലഹ്വുൽ ഹദീസ് വാങ്ങുന്നു, എന്നിട്ട് അതിനെ പരിഹാസമാക്കുന്നു. അതുകൊണ്ട് പരിഹസിക്കണ ആരെയാണ്? ദീനിനെയാണ്, ഖുർആനെയാണ്. ചിലർ അങ്ങനെ ഇവിടെ വിശദീകരണം പറഞ്ഞവരുണ്ട്. ലഹ്വുൽ ഹദീസ് വാങ്ങിയിട്ട് അതിനെ പരിഹസിക്കാൻ ഉപയോഗപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിൽ. ദീനിനെ പരിഹസിക്കുക എന്നുള്ളത് ഭയങ്കര കൊടുത്ത ഒരു വിഷയമായിട്ടാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്.
ദീനിനെ പരിഹസിക്കുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ വചനങ്ങളെ പരിഹസിക്കുക എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ സംഭവം. അന്ന് സ്പെയിനിൽ 3-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ സ്പെയിനിൽ നടന്നൊരു ചരിത്രം. ഇമാം ഖാദി ഇയാദിൻ്റെ അഷിഫ ഫി താരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന കിതാബിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒരു സംഭവം. അഷിഫ ഫി താരീഫി ഹുഖൂഖിൽ മുസ്തഫ, ഇമാം ഖാദി ഇയാദിൻ്റെ ഒരു വിശ്വപ്രസിദ്ധ രചനയാണത്. വലിയ ഒരു ചരിത്ര ഗ്രന്ഥം, മഹാഗ്രന്ഥം. അതിൽ ഇമാം ഖാദി ഇയാദ് പറയാണ്, അവരൊക്കെ സ്പെയിൻ, ഇസ്ലാമിക സ്പെയിൻ വൈജ്ഞാനികമായി നിറഞ്ഞു നിന്നിരുന്ന, അതേപോലെ ഇസ്ലാമിക ഭരണം അതിൻ്റെ ഏറ്റവും സുന്ദരമായ അവസ്ഥയിൽ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അന്ന് പ്രസിദ്ധരായ 2 ഫുഖഹാക്കൾ, ഒന്ന് ഇബ്നു ഹബീബ്, അബ്ദുൽ മലിക് ഇബ്നു ഹബീബ് എന്ന ഫഖീഹ് പണ്ഡിതൻ, മറ്റൊന്ന് അസ്ബഗ് ഇബ്നു ഖലീൽ. രണ്ടാളും മാലിക്കി മദ്ഹബിലെ പ്രസിദ്ധരായ പണ്ഡിതന്മാരാണ്. ഒരാൾ ഇബ്നു ഹബീബ് എന്ന പേരിൽ അറിയപ്പെടും, മറ്റൊന്ന് അസ്ബഗ് എന്ന പേരിൽ അറിയപ്പെടും. അസ്ബഗ് ഇബ്നു ഖലീൽ വലിയ പണ്ഡിതന്മാരായിരുന്നു ഇവരുണ്ടാവും. ഏതായാലും ഇവരുള്ളൊരു സദസ്സിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളുടെ പേര് പ്രസിദ്ധമല്ല, പക്ഷെ അയാൾ ഇബ്നു അജബ് എന്നാണ് അറിയപ്പെട്ടത്. അജബ്, ഈ അജബ് അന്നത്തെ ഭരണാധികാരിയുടെ ഭാര്യയായിരുന്നു. അന്നത്തെ സ്പെയിനിലെ ഭരണാധികാരിയുടെ ഭാര്യയായിരുന്നു അജബ്. അപ്പോൾ ഇബ്നു അഖിൽ അജബ് എന്ന് പറഞ്ഞാൽ അജബിൻ്റെ സഹോദരപുത്രൻ. അപ്പോൾ ഈ സഹോദരപുത്രൻ അജബ് ആരായിരിക്കും? അജബിൻ്റെ സഹോദരപുത്രനാണ്. അപ്പോൾ ഈ പുത്രന് അജബ് ആരായിരിക്കും? അമ്മത്ത്, അമ്മായി, വാപ്പാൻ്റെ പെങ്ങളല്ലേ? വാപ്പാൻ്റെ പെങ്ങളല്ലേ? അപ്പോൾ അമ്മായി. ഈ അമ്മായി അന്ന് രാജ്ഞിയാണ്. ആരുടെ രാജ്ഞിയാണ്? അബ്ദുറഹ്മാൻ എന്ന ഭരണാധികാരിയുടെ ഇതേ രാജാവാണ്. അജബ് രാജ്ഞിയാണ്. ഈ അബ്ദുറഹ്മാൻ, അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹക്കം ഇബ്നു ഹിഷാം ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദാഖിൽ, അതായത് സ്പെയിൻ ഭരിച്ച ആദ്യ അമവി ഭരണാധികാരിയാണ് അബ്ദുറഹ്മാൻ അദ്ദാഖിൽ. അബ്ദുറഹ്മാൻ ഇബ്നു ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന അമവി ഭരണാധികാരി. ഈ അബ്ദുറഹ്മാൻ അദ്ദാഖിൽ ചരിത്രം കുറേ നമ്മളുടേത് നമുക്ക് മനസ്സിലുണ്ടാകേണ്ട മഹത്തായ ചരിത്രമാണ്. ഖലീഫ അൽ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലത്താണ് സ്പെയിൻ ഇസ്ലാമിലേക്ക് വരുന്നത്. പിന്നീട് ഈ സ്പെയിനിലേക്ക് അബ്ബാസികളുടെ ഭരണം വന്നപ്പോൾ അബ്ബാസികൾ എല്ലായിടത്തും പിടിച്ചടക്കി അമവികൾ നാമാവശേഷമായി. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു അദ്ദാഖിൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയാപ്പ, അദ്ദേഹം എന്ത് ചെയ്ത് സ്പെയിനിലേക്ക് എത്തിയിട്ട് സ്പെയിനിൽ അമവി ഭരണകൂടം നിലനിർത്തി. അബ്ബാസികൾ ഇസ്ലാമിക നാടുകൾ ഒന്നിച്ച് ഭരിച്ചപ്പോൾ സ്പെയിൻ മാത്രം അബ്ബാസികൾ കിട്ടിയില്ല. അവിടെ ആര് തന്നെയാണ്? അവിടെ അമവികൾ തന്നെയാണ്. കാരണം ഈ അബ്ദുറഹ്മാൻ ദാഖിൽ, അതുകൊണ്ടാണ് അദ്ദേഹം ദാഖിൽ എന്ന് പറയുന്നത്. അദ്ദേഹം അമവിയാണ്. ഏതായാലും അതൊക്കെ വലിയ ചരിത്രമാണ്, മഹാത്ഭുതം വായിക്കുന്ന ചരിത്രമാണ്. ഏതായാലും അബ്ദുറഹ്മാൻ ദാഖിൽ അദ്ദേഹം സ്പെയിനിലെ ആധിപത്യം അമവികളുടെ നിലനിർത്തി. അതുകൊണ്ട് തന്നെ അബ്ബാസികൾ ഇസ്ലാമിക രാഷ്ട്രം ഭരിക്കുമ്പോഴും അബ്ബാസി ഖിലാഫത്തിൽ ഇവിടെ നിലനിൽക്കുമ്പോഴും സ്പെയിൻ ആരുടെ തന്നെയാണ്? അമവികളുടെ അടുത്ത് തന്നെ. അങ്ങനെ ഈ അബ്ദുറഹ്മാൻ ദാഖിൻ്റെ കീഴിൽ നേതൃത്വത്തിൽ അമവികളുടെ ഭരണം വന്നു. അബ്ദുറഹ്മാൻ ദാഖിലിന് ശേഷം മകൻ ഹിഷാം ഭരിച്ചു. പിന്നീട് അയാളുടെ മകൻ ഹക്കം ഭരിച്ചു. 4ാമത്തെ സ്പെയിനിലെ അമവി ഭരണാധികാരിയാണ് ഇപ്പോൾ നമ്മുടെ കഥാപാത്രം അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹക്കം അൽ അമവി. ഇദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയാൻ പോണ സംഭവം. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു അജബ്. അദ്ദേഹത്തിന് കുറേ ഭാര്യമാരുണ്ട്. പക്ഷേ ഈ നമ്മളെ അഷിഫയിൽ ഖാദി ഇയാദ് പറയുകയാണ്, ഇദ്ദേഹം മിൻ ഹവായാഹു എന്നാണ്. ഈ മഹദി മിൻ ഹവായാഹു എന്നുണ്ടെങ്കിൽ ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ആണ് അജബ്.
വിഷയം ഇബ്നു ഹബീബും അസ്ബഹും അവരിയ്ക്കുന്ന ആ സദസ്സിൽ ഇയാളുണ്ടായിരുന്നു ചങ്ങാതി. മഴ പെയ്തപ്പോൾ അപ്പം മഴത്തുള്ളി വീഴാൻ തുടങ്ങി. മഴ പെയ്തപ്പോൾ ഈ ചങ്ങാതി പറഞ്ഞു, ബദ അൽ ഖറാസു യറുഷുൽ ജുലൂദ് എന്നാണ് പറഞ്ഞത്. ജുലൂദ മറ്റൊരു കൊമ്മിൽ എഴുതേണ്ട ഒന്നല്ല. ബദ അൽ ഖറാസ് തുടങ്ങി യറുഷുൽ ജുലൂദ് തോല് നനക്കാൻ എന്നാണ് പറഞ്ഞത്. ഈ ഖറാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തോലുണ്ടല്ലോ, തോല് വെള്ളം കുടഞ്ഞ് പുതിർത്തി അതിൽ തുന്നി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ഖറാസ്. തോല് പണ്ടത്തെ കാലമാണിത്. അപ്പോൾ അത് തുളക്കാൻ പ്രയാസമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, തോല് വെള്ളത്തിൽ കുടഞ്ഞ് അതിനെ നേർത്തതാക്കിയിട്ട് വേണം തുന്നാൻ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഖറാസുകൾ എന്ത് ചെയ്യും, പൊതുവേ തോല് എന്ത് ചെയ്യും, വെള്ളം കുടഞ്ഞ് നനക്കും എപ്പോഴും തുന്നാൻ വേണ്ടിയിട്ട്. മഴ പെയ്തപ്പോൾ ഇവൻ പറയാണ്, ബദ അൽ ഖറാസ് തുടങ്ങി യറുഷുൽ ജുലൂദ് തോല് നനക്കാൻ. എന്താ പറഞ്ഞേ? മഴ ചെയ്തപ്പോൾ അത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇയാൾ ഈ ശൈത്താൻ ഈ ഉദ്ദേശിക്കുന്ന ഖറാസ് അതാരാ? അള്ളാഹിനെ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇത് അള്ളാഹിനെ കളിയാക്കുന്ന വർത്താനാണ്. ഇതാണ് ഈ രണ്ട് ഫുഖഹാക്കൾ കേൾക്കുന്നത്. ഈ ഫുഖഹാക്കൾ കേട്ടപ്പോൾ അത് വളരെ ഗൗരവത്തിൽ അവരെടുത്തിട്ട് അവർ പറഞ്ഞ് ഇത് പടച്ചോനെ പരിഹസിക്കലാണ്. പടച്ചോനെ പച്ചക്ക് പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശിരച്ഛേദം നടക്കണം, ദമുഹദർ, അതിൻ്റെ രക്തം ചിന്തണം എന്ന രീതിയിൽ ഇവർ പറഞ്ഞു. അന്ന് സ്പെയിൻ, പ്രത്യേകിച്ച് കുർത്തുബ, ഇവരൊക്കെ കുർത്തുബികളാണ്. കുർത്തുബ എന്ന് പറഞ്ഞെങ്കിൽ പണ്ഡിതന്മാരുടെ ഒരു നിറസാന്നിധ്യമുള്ള നാടാണ്. അന്ന് സ്പെയിനിൽ തന്നെ മാലിക്കി മദ്ഹബിലെ പ്രസിദ്ധരായ പണ്ഡിതന്മാരാണ് ഒന്ന് അബൂ സയ്യിദ്, അതേപോലെ തന്നെ അബ്ദുൽ ആല, അതേപോലെ അബാൻ ഇബ്നു ഈസ, ഇവരൊക്കെ പ്രസിദ്ധരായ ഫുഖഹാക്കളാണ്. അതേപോലെ തന്നെ അന്നത്തെ ഒരു ഖാദി ഉണ്ടായിരുന്നു, മൂസ ഇബ്നു സെയ്ദ്. അദ്ദേഹം മൂസ ഇബ്നു സെയ്ദ് അല്ലെങ്കിൽ സിയാദ് ഖാദിയാൻ. ഇവരൊക്കെ ഇവരെ പോലെ തന്നെ ഫുഖഹാക്കളാണ്. അപ്പോൾ ഈ ചങ്ങാതി ഇത് പറഞ്ഞപ്പോൾ ഇവരത് വളരെ ഗൗരവത്തിലെത്തി. രണ്ട് ഫുഖഹാക്കൾ, അസ്ബഹു ഇബ്നു ഹബീബ്, ഇവർ പറഞ്ഞ് ഇത് അയാൾ മഴ കണ്ടപ്പോൾ ഇങ്ങനെ തൊള്ളുകൊണ്ടാണ് പറഞ്ഞു പോയതാണ്. അത് ഗൗരവത്തിൽ പറഞ്ഞൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ തഅസീർ മതി, ഖത്ൽ വേണ്ട. തഅസീർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ശിക്ഷ കൊടുത്തിട്ട് അയാൾക്കൊരു ഗുണപാഠാന രീതിയിലൊരു ശിക്ഷ, അടിശിക്ഷയൊക്കെ നൽകിയാൽ മതിയാകും എന്ന നിലപാട് വരെടുത്ത് ഖാദി ഇദ്ദേഹമാണ് ഇത് വിധിക്കേണ്ടത്, ഇവരെ കേട്ട് വിധിക്കേണ്ടത്. ഇവർ ഇതിൽ ആ നിലപാട് പറഞ്ഞു, തഅസീർ മതി. ഇവർ പറഞ്ഞില്ല, ഇത് പടച്ചോനെ പരിഹസിക്കുന്ന ഏർപ്പാണ്, അള്ളാഹിനെ നേരിട്ട് പരിഹസിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അത് ഇസ്ലാമിൽ കൂടിയ കുറ്റാണ്, അവർ ശിക്ഷിക്കപ്പെടണം ഇങ്ങനെ എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഇബ്നു ഹബീബ് അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അയുഷ്തമു റബ്ബുനല്ലദീ അബദ്നാഹു, നമ്മൾ ആരാധിച്ച റബ്ബ്, ആ റബ്ബിനെ ശകാരിക്കുകയെ ആക്ഷേപിക്കുകയെ, വനഹ്നു ലാ നൻതസിറു ലഹു, എന്നിട്ട് ആ റബ്ബിന് വേണ്ടിയിട്ട് നമ്മൾ വിജയം നേടാതിരിക്കുക. നമ്മൾ ആരാധിക്കുന്ന റബ്ബിനെ ചീത്ത പറഞ്ഞിട്ട് ആ റബ്ബിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ, ഇന്ന ഇദൻ അബീദ് സൂഇൻ, നമ്മളോളം മോശമായ ഒരു അടിമകൾ വേറല്ല എന്ന് പറഞ്ഞ് ദമുഹു അല ഉനുഖി എന്ന് പറഞ്ഞു. ദമുഹു, ഇവൻ്റെ രക്തം, അല ഉനുഖി, അത് ചിന്തുമെന്നത് എൻ്റെ ബാധ്യതയാണ് എന്ന് ഇദ്ദേഹം അബ്ദുൽ മലിക് ബിൻ ഹബീബ് അങ്ങോട്ട് വെച്ച് പറഞ്ഞു എന്നാണ്. എന്നിട്ട് അദ്ദേഹം കരഞ്ഞു എന്ന്. അങ്ങനെ അദ്ദേഹം ഈ ഖാദിയിലേക്ക് പോയില്ല. പിന്നെയോ അബ്ദുറഹ്മാൻ ഇബ്ൻ അൽ ഹക്കം ബിൻ ഹിസാം ബിൻ അബ്ദുറഹ്മാൻ അൽ-അമവി ഭരണാധികാരിയുടെ അടുക്കലേക്ക് ഈ വിഷയം ഉയർത്തിയപ്പോൾ എന്താ, ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും പ്രശ്നമുണ്ട്, ഇതും വിഷയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ
ആ സഹോദരപുത്രനാണിത്. മനസ്സിലായോ? ഭയങ്കര ഗൗരവത്തിൽ ഈ വിഷയം ഇദ്ദേഹം രാജാവിനെ അവതരിപ്പിച്ചു. 4ാം ഭരണാധികാരി, സ്പെയിനിലെ 4ാമത്തെ അമ്മവി ഭരണാധികാരിയാണിത്. അദ്ദേഹത്തിനോട് അവതരിപ്പിച്ചു. അദ്ദേഹം ഈ വിഷയം കേട്ടു, 2 കൂട്ടരും ന്യായം കേട്ട് ഇദ്ദേഹം എന്ത് ചെയ്ത് ഇവനെ ശിക്ഷിക്കാൻ പറഞ്ഞു. ഇവർ വിധിച്ച ശിക്ഷ ഈ ഇബ്നു അഖ് അജബിനെ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഈ ഖാദിയെ ഇദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കി. ഈ ഫുഖഹാക്കളെ വബ്ബഹു എന്നാണ്, ചീത്ത പറഞ്ഞ് ശകാരിച്ച് വിട്ടു എന്നാണ്, ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തി വിട്ടു എന്നാണ്. വളരെ മോശമായ രീതിയിൽ അവരെ ആക്ഷേപിച്ചു വിട്ടു. അവരുടെ നിലപാട് ശരിയായില്ല. പിന്നെ ഈ ഖാദിയെ ഇതിന് യോഗ്യനല്ല എന്നിട്ട് പിരിച്ചുവിട്ടും ഇവരുടെ വിധി നടപ്പിലാക്കുകയും ചെയ്തു എന്നാണ് ഇതിൻ്റെ ചരിത്രം. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ പരിഹസിക്കുക, അള്ളാഹുവിൻ്റെ വചനങ്ങളെ പരിഹസിക്കുക എന്നുള്ളത് എത്ര ഗൗരവത്തിലായിരുന്നു നമ്മളെ മുൻഗാമികൾ കണ്ടിരുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമാണ്. ഇത് അത് വളരെ ഭംഗിയായിട്ടത് അതിൻ്റെ ഗൗരവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഞാനിവിടെ അതിനൊരു ആ ഒരു വിഷയം ഇന്ന് മുസ്ലിം നാമധാരികൾ ഉണ്ടല്ലോ, ആയത്തോതിയിട്ട് ആയത്തുകളെ പരിഹസിക്കുക, ഹദീസുകൾ ഓതിയിട്ട് ഹദീസുകളെ പരിഹസിക്കുക, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും അതേപോലെ തന്നെ അള്ളാഹുവിലേക്കുമൊക്കെ പരിഹാസം എത്തും വിധം ദീനിനെ പരിഹസിക്കുക. ഇതാണ് നമ്മളുടെ പല ആളുകളുടെയും ഒരു തൊഴിൽ. ദാഇമാരെന്ന് പറയുന്നവർ വരെ അങ്ങനത്തെ അവസ്ഥയിലാണ് വേദികളിൽ. പിന്നെ ഈ എമുക്കളും അതേപോലെ മുസ്ലിം നാമധാരികളായിട്ടുള്ളതായി ഈ നിരീശ്വരവാദികളൊക്കെ പാടെ പറയുന്നതിന് നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ നമ്മുടെ ദീനിൽ അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. ഇവിടെ നോക്കി നിങ്ങൾ മഴത്തുള്ളി വീഴുമ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതിനാണ് നമ്മളുടെ പൂർവികർ, ആ ഫുഖഹാക്കൾ വളരെ ഗൗരവത്തിൽ ആ ഒരു മസല കണ്ട് അത് കൈകാര്യം ചെയ്ത്. ആ ഭരണാധികാരി അദ്ദേഹം എന്നും ഈ അബ്ദുറഹ്മാന്മാർ പലരും ഉണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ വലിയാപ്പ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹക്കം ബിൻ ഹിഷാമിൻ അബ്ദുറഹ്മാൻ, ആ വലിയാപ്പയേക്കാൾ ഈ പേരക്കുട്ടി ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെ വളരെയധികം പുകഴ്ത്തുന്നുണ്ട് പണ്ഡിതന്മാർ ഈ ഇത്തരത്തിലുള്ള നിലപാടിൻ്റെ പേര്. അതല്ല, അതിൻ്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കാനാണ് ഞാൻ ഒരു ചരിത്രം ഉദ്ധരിച്ചത്. ഏതായാലും ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവ ഉലൈക ലഹും അദാബും മുഹീൻ. ഉലൈക ലഹും, അക്കൂട്ടർ അവർക്കാകുന്നു അദാബും മുഹീനുൻ, നിന്ദ്യമായ അദാബ് എന്നാണ്. അവിടെ നോക്കിയ മൻ യസ്തരി എന്ന് പറഞ്ഞാൽ എത്ര ആളെ വാങ്ങണ ആൾ? ഒരാളല്ലേ, അവൻ വാങ്ങുന്നു എന്നല്ലേ. ലിയുദില്ല, എന്താ അവൻ പിഴപ്പിക്കുന്നതിന് വേണ്ടി. നീ ലിയുദില്ല എന്ന് ഓതുകയാണെങ്കിൽ അവൻ പഴക്കാൻ വേണ്ടി അല്ലേ. എത്ര ആളാ? ഒരാൾ. വയത്തഖിദഹ, അതിനെ അവൻ സ്വീകരിക്കുന്നു ഹുസ്വൻ എന്നാണ്. ഇവിടെ എത്ര ആളാ? ഒരാൾ. പറഞ്ഞാൽ മനസ്സിലാണ്ടോ? ഇവിടൊക്കെ യസ്തരി അവൻ വാങ്ങുന്നു, യുദില്ല അവൻ പിഴപ്പിക്കാൻ, യത്തഖിദഹ അവൻ സ്വീകരിക്കാൻ, ഇങ്ങനെ ഒരാളെ കുറിച്ചാണ് പറയണേ അല്ലേ. ഇവിടെയോ ഉലായിക അക്കൂട്ടർ. ഇവിടെ അക്കൂട്ടരാണോ ഒരാളാണോ? ഹും ലഹും, എന്താ അവർക്ക് എന്നാണ്. അപ്പം അതെന്താ? ഇവിടെ പറഞ്ഞവരെ കുറിച്ചല്ലേ ഈ പറയണത് ഉലായിക ലഹും. ഇവിടെ ഒരാളാണോ ഒന്നിലധികം ആളുകളാണോ? ഒരാളാണ്. യശ്തരീന്നാണ്, അവൻ വാങ്ങിക്കുന്നു എന്നാണ്. യശ്തറൂൻ എന്നല്ല, യുദില്ലൂൻ അവർ പ്രേപ്പിക്കുന്നതല്ല, യുദില്ലു എന്നാണ്, ഒരാളാണ് അല്ലേ. യത്തഖിദൂനഹ എന്നല്ല, അല്ലെങ്കിൽ യത്തഖിദൂഹ എന്നല്ല, പിന്നെയോ യത്തഖിദഹ എന്ന ഒരാൾ പ്രേപ്പിച്ചു എന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴോ ഉലായിക് ലഹു അല്ലേ, അവർ എന്നാണ്. ഇവിടൊക്കെ അവൻ, ഇവിടെ അവർ എന്നാണ്. അപ്പം അതെന്തുകൊണ്ട്? അവന് പ്രേപ്പിച്ചവരും അല്ലേ. ഇഷാറത്ത് ഈ ദമീർ ഇല്ലല്ലോ ഇവിടേക്കാണ്. ഇഷാറ ഈ മുന്നിൽ പറഞ്ഞതിനോടല്ലേ, മുന്നിൽ ഒരാളെയാണ് പറഞ്ഞത്. അതിൻ്റെ വിഷയം
അതാണ് നമ്മൾ പഠിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യത. ഇവിടെ ഈ മൻ പ്രയോഗിച്ചില്ലേ, അതാണ് അവിടുത്തെ വിഷയം. മൻ എന്നുള്ളത് അല്ലോ, അതിൻ്റെ ലഫ്ദ് പദം, പിന്നെ അതിൻ്റെ മാന അല്ല. ലഫ്ദ് അത് ഒന്നിനെ അറിയിക്കും, മുഫ്രദിനെ അറിയിക്കും. അതിൻ്റെ മാന ഒന്നിലധികം എണ്ണത്തെ അറിയിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ ലഫ്ദ് പരിഗണിച്ചാണ് ഇവിടെ ഉണ്ടാവും. മൻ എന്നുള്ള പദം പരിഗണിച്ചാണ് ഈ യഷ്തരി യുദില്ല യത്തഖിദ പ്രയോഗിച്ചത് അല്ലേ. ഉലായിക ലഹും എന്നുള്ളത് അർത്ഥം അത് വന്നപ്പോൾ ആരെ പരിഗണിച്ചത്? ആശയത്തെയാണ് പരിഗണിച്ചത്. അപ്പോൾ ഇവിടെ മൻ എന്നുള്ളതിൻ്റെ ആശയം അറിയിക്കുന്നത് ഈ സ്വഭാവങ്ങളുള്ള ആളുകളെയാണ്. മനസ്സിലല്ലേ? അപ്പോൾ ഈ ഒരു മന്നിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ മുഫ്രദായിട്ടും അതേപോലെ ജമ്മായിട്ടും പ്രയോഗിക്കാൻ കാരണം. വിശുദ്ധ ഖുർആനെ ഇപ്പോൾ ഈ ചില വ്യാകരണം പഠിച്ച ചില ആളുകളുണ്ടല്ലോ, അവർ ഈ വിശുദ്ധ ഖുർആനെ നിരൂപിക്കാൻ കുപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതല്ല, അവരാണ് ഈ വിശുദ്ധ ഖുർആനെ അടിക്കാൻ വേണ്ടിയിട്ട് വടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആയിരിക്കും ഈ എമുക്കൾക്കൊക്കെ. അത്തരം ആളുകൾ, ഇത്തരം വചനങ്ങളാണ് എന്ത് ചെയ്യണത്? ഇതെന്താ വ്യാകരണ പിശകല്ലേ? ഇതെന്താ ഈ ഒരേ കോർവയിൽ കുറേ ഏകവചനം, കുറേ ബഹുവചനം ഇങ്ങനെ പറയുന്നത്? യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ, മുറിവൈദ്യൻ ആളെ കൊല്ലുന്നറില്ലേ, അതാണ് എൻ്റെ വിഷയം. ഇതാണ് അതിൻ്റെ ഒരു വസ്തുത. മൻ എന്നുള്ളത് പ്രയോഗിക്കുമ്പോൾ അത് മുഫ്രദിനെയും അറിയിക്കും, ജമ്മിനെയും അറിയിക്കും. മുഫ്രദ് അതിൻ്റെ ആ ലഫ്ദ് പദം പരിഗണിച്ചാണ്, ജമ്മ് അതിൻ്റെ മാന ആശയം പരിഗണിച്ചാണ്. അല കുല്ലിൻ ഉലൈക ലഹും അദാബു മുഹീൻ, ഈ പണി ചെയ്തവർക്ക് അദാബ് മുഹീൻ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോയതാണ്. നമ്മളതിൽ വിട്ടൊരു ഭാഗം അത് ഞാൻ ഈ ക്ലാസ്സിൽ ഉണർത്തിയെന്ന് മാത്രം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഇദാ തുത്ല അലൈഹി ആയാതുനാ വല്ല മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹ കഅന്ന ഫീ ഉദുനൈഹി വഖറ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. വഇദാ തുത്ല അലൈഹി ആയാതുനാ, എന്താ വഇദാ തുത്ല, തല എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്തു അല്ലേ, പാരായണം ചെയ്തു. തല യത്ലു, തുത്ല പാരായണം ചെയ്യപ്പെട്ടു. വഇദാ തുത്ല പാരായണം ചെയ്യപ്പെട്ടാൽ, അലൈഹി എന്ന് പറഞ്ഞാൽ അവനോട് എന്ത് പാരായണം ചെയ്യപ്പെട്ടാൽ? ആയാത്തുന, നമ്മുടെ ആയത്തുകൾ അവന് പാരായണം ചെയ്യപ്പെട്ടാൽ, വല്ല മുസ്തക്ബിറൻ, വല്ല എന്ന് പറഞ്ഞാൽ അവൻ അറദ പുറംതിരിയും മുഖം തിരിക്കും, അതാണ് അറദ എന്ന അർത്ഥത്തിൽ. വല്ല അവൻ തിരിയും, പുറംതിരിയും മുഖം തിരിയും. എങ്ങനെ? മുസ്തക്ബിറൻ എന്ന് പറഞ്ഞാൽ മുതകബ്ബിറൻ, അഹങ്കരിച്ചുകൊണ്ട്, അഹങ്കാരിയായ അവസ്ഥയിൽ. കഅൻ ലം യസ്മഅഹ കഅന്ന ഫീ ഉദുനൈഹി വഖറ. കഅൻ ലം യസ്മഅഹ, കഅൻ ലം എന്ന് പറഞ്ഞാൽ എന്താ? കഅൻ എന്നുള്ളത് ഇതേപോലെ തന്നെയാണ്, കഅന്ന പോലെയാണ്. കഅന്ന എന്നതിൻ്റെ മുഖഫഫത്തായ രീതിയാണ് കഅൻ. അപ്പം അന്ന എന്നുള്ളത് അൻ എന്ന് പ്രയോഗിക്കും. അതേപോലെ ഇവിടെ കഅന്ന എന്ന് പറഞ്ഞാലും അതന്നെ പോലെ, തശ്ബീഹിന് വേണ്ടി. കഅൻ ലം യസ്മഅഹ, അവൻ അതിനെ കേട്ടിട്ടില്ലാത്ത പോലെ. യസ്മഅഹ, അതിനെ കേട്ടിട്ടില്ലാത്ത പോലെ. അതിനെ എന്ന് പറഞ്ഞാൽ ഈ ഓതപ്പെട്ട ആയത്ത്, അതിനെ കേട്ടിട്ടില്ലാത്ത പോലെ. കഅന്ന ഫീ ഉദുനൈഹി വഖറ, കഅന്ന തന്നെ പോലെ. ഫീ ഉദുനൈഹി, അവൻ്റെ ഇരു കാതുകളിലും. വഖറൻ എന്ന് പറഞ്ഞാൽ എന്താ? വഖർ എന്ന് പറഞ്ഞാൽ ഭാരത്തിന് പറയും. സിഖൽ അല്ലെങ്കിൽ സഖൽ, ഭാരം, സിഖൽ. അല്ലെങ്കിൽ സമം. എന്താ സമം? സമം എന്ന് പറഞ്ഞാൽ ബദിരത. കഅന്ന ഫീ ഉദുനൈഹി വഖറ, ഉദുൻ എന്ന് പറഞ്ഞാൽ കാത്. ഉദുനൈഹി, അവൻ്റെ ഇരു കാതുകൾ, രണ്ട് കാതുകൾ. കഅന്ന ഫീ ഉദുനൈഹി, അവൻ്റെ ഇരു കാതുകളിലും. വഖ്റൻ, വഖ്ർ ഉള്ളതുപോലെ.
മക്കം നട്ടെങ്കിൽ എന്തെങ്കിലും ഭാരം അല്ലെങ്കിൽ ബദിരത. ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം. ഇവിടെ ഈ ആയത്തും ഇവിടെ പറഞ്ഞ ആളുടെയാണ് പ്രധാനം. നമ്മൾ പറഞ്ഞ നദറുബിനുൽ ഹാരിസ് എന്ന വ്യക്തിൻ്റെ വിഷയമാണ് പറഞ്ഞത്. നദറുബിനുൽ ഹാരിസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അതിനെ അഹങ്കരിച്ചുകൊണ്ട് തള്ളുകയും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനെ മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുമ്പോൾ നദർ ബിൻ ഹാരിസ് മക്കക്കാരോട് പറയും, മുഹമ്മദ് നിങ്ങളോട് ആദ് സമൂദ് ഗോത്രങ്ങളുടെ കഥയാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് പേർഷ്യൻ രാജാക്കന്മാരുടെ കഥ, റുസ്തുമിൻ്റെ കഥ, അതേപോലെ തന്നെ മറ്റു രാജാക്കന്മാരുടെ കഥകൾ, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവന് ആളുകളെ പിന്നെ തടയുമായിരുന്നു. അവനെല്ലാം അറിയുന്ന ആളല്ലേ, ആളുകളെ കഥകൾ പറഞ്ഞിട്ട് നിസ്ലാസമതങ്ങളിൽ നിന്ന് തെറ്റിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ അവനൊരു ജാരിയത്തുണ്ടായിരുന്നു, ഒരു പെണ്ണ്. അവളോട് പറയും, ആരെങ്കിലും ഖുർആൻ കേട്ട് അതിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്വമീഹി വസ അസ്ഖീഹി, തിന്നാൻ കൊടുക്കാൻ പറയും, നന്നായി കുടിക്കാൻ കൊടുക്കാൻ പറയും. എന്നിട്ട് വഹന്നി, പാട്ട് കേൾക്കാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയും, ഈ ഇസ്ലാം സ്വീകരിച്ച ആളുകളെ അതിന് വലിക്കാൻ പറയും. ഇതാണ് അവൻ്റെ പരിപാടി. ഈ വിഷയത്തിലാണ് ആയത്ത് ഇറങ്ങുന്നത്. അപ്പോൾ വൈദാ തുത്ല അലൈഹി, അവന് നേരെ ഓതപ്പെട്ടാൽ, ആയാത്തുന നമ്മുടെ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തുകൾ ഓതിയിട്ടില്ലെങ്കിൽ വല്ലാ മുസ്തക്ബിറൻ എന്ന് പറഞ്ഞാൽ അവൻ അഹങ്കരിച്ചുകൊണ്ട് പുറംതിരിയും. വല്ല ഉണ്ടാ കഅല്ലം യസ്മഅഹ, അവനത് കേട്ടിട്ടില്ലാത്ത പോലെ. അതിൻ്റെ ആ ചിത്രീകരണം മനസ്സിൽ കൊണ്ടുനോക്കി എങ്ങനെയായിരിക്കും അയാൾ തിരിയണത് എന്നുള്ളത്. കഅന്ന ഫീ ഉദ്നൈഹി വഖറ, അവൻ്റെ ഇരു കാതുകളിലും വഖറുള്ളത് പോലെ എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയാണ്, ഇതൊരു ആവർത്തനം പോലെ തോന്നും. കഅല്ലം യസ്മഅഹ അല്ലേ, കഅന്ന ഫീ ഉദ്നൈഹി വഖറ, അവനത് കേട്ടിട്ടില്ലാത്ത പോലെ എന്നാണ്. കാതിലൊന്നും പ്രശ്നങ്ങളോ കേൾക്കുന്നതിന് വിഷമമൊന്നും ഇല്ലെങ്കിലും കേൾക്കാത്ത പോലെ. അത് അവനത് തിരിയണീൻ്റെ ഒരവസ്ഥയാണത്. കാതിനൊരു കേടുമില്ല, എന്നിട്ടും കേൾക്കാതെ അവൻ പുറംതിരിഞ്ഞു പോകും. കാതിന് വേറൊരു അവസ്ഥ ഉണ്ട്, എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അല്ലേ, പ്രയാസം ഉണ്ടെങ്കിൽ കേൾക്കാത്ത അവസ്ഥ അല്ലേ, ആ രീതിയിലും അവൻ കേൾക്കാത്ത പോലെ, ഒരു നിലക്കും ഈ ഓതപ്പെടുന്ന വചനങ്ങൾ കേൾക്കാത്ത പോലെ അവന് പോകും എന്നുള്ളതാണ് അവിടെ ഈ രണ്ട് ചിത്രീകരണം കൊണ്ടുവന്നതിൻ്റെ വിശദീകരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്. ഈ വഖർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വക്കാറ് കേട്ടില്ലേ? എന്താ അൽ വക്കാർ? എവിടെ വക്കാറ് കേട്ട്? അൽ വക്കാർ മാലക്കുല്ലാ തർജൂന ലില്ലാഹി വക്കാറ അല്ലേ, അള്ളാഹ്ക്ക് നിങ്ങളെന്തൊരു വക്കാറ് കാണാത്തതെന്ന് പറയില്ല, അവിടെ വക്കാർ. അതൊരു ഗാംഭീര്യം, ഗൗരവം ഒരു ഈ ഭാരം അറിയിക്കുന്ന ഒരാശയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അലൈക്കും ബിസ്സകീനതി വൽ വഖാർ, നിങ്ങൾക്ക് സക്കീനത്തും വഖാറും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതോടെ ഒന്ന് നിസ്കാരത്തിൽ, ഇദാ സമീഅ്തുമുൽ ഇഖാമ, നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ, ഫംഷു ഇലസ്സലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നടന്നു പോകണം. വഅലൈക്കുമുസ് സക്കീന വൽ വഖാർ, നിങ്ങൾക്ക് സക്കീനത്തും വഖാറും ഉണ്ടാകണം, നിസ്കാരത്തിന് ഓടിപ്പോകരുത്, നിങ്ങൾക്ക് സമാധാനം വേണം, പിന്നെ വഖാറും വേണം എന്ന് പറഞ്ഞു. വഖാർ എന്ന് പറഞ്ഞാൽ ഒതുക്കം. ഓടിപ്പാഞ്ച് എന്നിട്ടാണ് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിസ്കാരം തീരുവോളം കരച്ചുകൊണ്ടിരിക്കും, ഖുശൂ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ അൽ വഖാർ പറഞ്ഞു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സക്കീനത്തു സക്കീന അലൈക്കും ബിസ്സക്കീനത്തി വൽ വഖാർ എന്ന് പറഞ്ഞു. അതെവിടെ പറഞ്ഞു? അത് ഹജ്ജിലാണ്. ഹജ്ജിലെവിടെ? അള്ളാഹു നമുക്കൊക്കെ മക്കയിൽ പോകാൻ ഹജ്ജ് ചെയ്യാനാണ് അവസരം തരട്ടെ ഇൻഷാ അല്ലാഹ്. അതിവിടെ ഹജ്ജിൽ അറഫയിൽ നിന്ന് ഹാജിമാർ മുസ്ദലിഫയിലേക്ക് ഒഴുകുമ്പോൾ അത് ഉണ്ടല്ലോ, അത് പണ്ട് കാലം മുതൽ തന്നെ അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സുമ്മ അഫീദു മിൻ ഹൈസു അഫാദന്നാസ് ഫൈദ അഫൽത്തും മിൻ അറഫാത്ത്, അറഫയിൽ നിന്ന് നിങ്ങൾ ഇഫാദത്ത് നടത്തിയാൽ എന്നാണ്. ഇഫാദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുക്കാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്തപ്പോൾ ആളുകൾ ഒന്നുമായിട്ട് ഒഴുകുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്,
അസ്സക്കീനത്തു സക്കീന, നിങ്ങൾക്കൊക്കെ സമാധാനം ഉണ്ടാകണം. അലൈക്കും ബിസ്സക്കീനത്തി വൽ വഖാർ, നിങ്ങൾ സക്കീനത്തോടുകൂടി വഖാറോടുകൂടിയാണ് അറഫയിൽ നിന്ന് എവിടേക്ക് പോകേണ്ടത്, മുസ്ദലിഫയിലേക്ക് പോകേണ്ടത് പറഞ്ഞ ഒതുക്കത്തിൽ, സാവകാശത്തിൽ എന്ന അർത്ഥത്തിൽ. അതാണ് അത് എന്നെ അറിയിക്കുന്നത്, ഈ വഖാർ. ആ അർത്ഥത്തിലാണ് ഇവിടെ ഒരു ഹദീസിൽ താജുൽ വഖാറിനെ കുറിച്ച് പറയില്ലേ. എന്താ താജുൽ വഖാർ? രണ്ടു കൂട്ടർക്ക് താജുൽ വഖാർ കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ട്. താജുൽ വഖാർ, എന്താ താജുൽ വഖാർ? വഖാറിൻ്റെ താജ്, താജ് എന്താ? താജ് കിരീടാണ്, കിരീടം. താജുൽ വഖാർ കൊടുക്കുന്നതായിരിക്കാം മാതാപിതാക്കൾക്ക് ഖുർആൻ പഠിച്ചവർക്ക്. ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നുണ്ട്, പിന്നെ അന്ത്യനാളിൽ ഖുർആൻ വരും എന്നാണ്. ഖുർആൻ വരുന്നതാണ്, ഖുർആൻ്റെ കൂലി വരും, പ്രതിഫലം. കർറജുലി ഷാഹിബ് എന്നാണ്, ക്ഷീണിച്ചൊരു മനുഷ്യനെ പോലെ ഖുർആൻ്റെ കൂലി വരുന്നതാണ്. എവിടെയൊക്കെ വരിക? ആളുകൾ മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നിടത്തേക്ക് വരുന്നതാണ്. ആളുകൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഖബറിന് പുറത്തേക്കാണ് വരിക. ആര് വരും? ഖുർആൻ വരും. ഖുർആൻ വരുന്നതാണ്, ഖുർആൻ്റെ കൂലി വരും. കർറജുലി ഷാഹിബി, ഒരു വിവശനായ മനുഷ്യനെ പോലെ വരും എന്നാണ്. എന്നിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ആളോട് ഖുർആൻ്റെ ഈ പ്രതിഫലം മനുഷ്യരൂപത്തിൽ, ഈ ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, അതിനൊരു പദാർത്ഥ രൂപം പഠിച്ചവൻ നൽകും. ഏതായാലും ഈ ഖുർആൻ വന്നിട്ട് ചോദിക്കുന്നതാണ്, ഖബറിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യനോട്, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയുമോ എന്ന് ചോദിക്കും. അപ്പോൾ ലാ ആരിഫു, എനിക്ക് അറിയില്ല എന്ന് പറയും. അപ്പോൾ ഈ അന സാഹിബുക്കൽ ഖുർആൻ, അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിൻ്റെ വാക്താവായ ഖുർആനാണ്. അല്ലദീ അദ്മഅതുക ഫീ നഹാരിക വ അസ്ഹർതുക ഫീ ലൈലതിക്, നിൻ്റെ പകലിൽ നിന്നെ ദാഹിപ്പിച്ച, നിൻ്റെ രാത്രിയിൽ നിൻ്റെ ഉറക്ക് കെടുത്തിയ ഖുർആനാണ് ഞാൻ. അപ്പോൾ ഇയാൾ രാത്രി ഖുർആൻ ഓതി നിസ്കരിക്കുന്ന ആളാണ്, അതേപോലെ പകലിൽ പരിശ്രമിച്ച് ഖുർആൻ പഠിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പകലിൽ നിനക്ക് ദാഹം നൽകിയ, രാത്രി നിൻ്റെ ഉറക്കം കെടുത്തിയ ഖുർആനാണ് ഞാൻ എന്ന് ഖുർആൻ്റെ പ്രതിഫലം ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യനോട് പറയുമെന്നാണ്. എന്നിട്ട് പിന്നെ ഹദീസിൽ കാണാം, പിന്നെ സാഹിബു തിജാറത്തിന് റാ തിജാറത്തി, എല്ലാ ബിസിനസ്സുകാരും അവരുടെ ബിസിനസ്സിൻ്റെ പിന്നാലെയാണ്. താങ്കളാകട്ടെ വറാഇ കുല്ലി തിജാറത്തിന്, എല്ലാ ബിസിനസ്സിൻ്റെയും പിന്നാലെ തന്നെയാണ് താങ്കളും ഉള്ളത്. താങ്കളുടെ ബിസിനസ് എന്നാണ് അള്ളാഹിനോടുള്ള ബിസിനസ്സാണ്. എന്നിട്ട് പറയാണ്, ഫയുതൽ മുൽക്കു ഫി യമീനിഹി വൽ ഖുൽദ ഫി ശിമാലിഹി. മുൽക്ക് എന്ന് പറയുന്ന സ്വർഗത്തിലെ ഒരു പദവി, അത് അദ്ദേഹത്തിൻ്റെ വലത് കൈയിൽ നൽകും. ഖുൽദ് എന്ന് പറയുന്നത് ഇടത് കൈയിൽ നൽകും. വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, അയാളുടെ തലയിൽ താജുൽ വഖാർ അണിയിപ്പിക്കുന്നതാണ്. താജുൽ വഖാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ, പരലോകത്തിൽ ഒരു പ്രത്യേക കിരീടമാണ്. അനുഗ്രഹത്തിൻ്റെ, ആദരവിൻ്റെ ഒരു കിരീടമാണ് താജുൽ വഖാർ. താജുൽ വഖാർ അയാളുടെ തലയിൽ അണിയിക്കപ്പെടും. അതാണ് യൂദഉ ഫീ റഅസി താജുൽ വഖാർ. യുഹല്ല വാലിദൈഹി ബിഹുല്ലതൈൻ ലാ തഖൂമു ലഹുമ ദുനിയ വമാ ഫീഹാ എന്നാണ്. അയാളുടെ മാതാപിതാക്കൾക്ക് വസ്ത്രങ്ങൾ, 2 ഹുല്ലകൾ ധരിപ്പിക്കപ്പെടുന്നതാണ്, പൂർണ്ണ ഡ്രസ്സ്. അത് ഈ ദുനിയാവും അതിലുള്ളതിനും എന്തൊക്കെയുണ്ട് അതിനേക്കാളൊക്കെ മികച്ചതായിരിക്കുന്നതാണ്. അപ്പോൾ ആ മാതാപിതാക്കൾ പറയുന്നതാണ്, ബിമ കുസീന ഹാദിഹി, എന്തിനാണ് ഞങ്ങൾക്ക് ഈ ഡ്രസ്സ് നൽകപ്പെട്ടതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ബി അഖ്ദി വലദികുമൽ ഖുർആൻ, നിങ്ങളുടെ മകൻ ഖുർആൻ പഠിച്ചതിനാൽ എന്ന് പറയുന്നു. അള്ളാഹു നമ്മൾ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അവിടെ മാതാപിതാക്കൾക്ക് പ്രത്യേകം ഉടയാടകൾ നൽകി അള്ളാഹു ആദരിക്കുന്നത്. സാഹിബുൽ ഖുർആൻ, ഖുർആൻ്റെ ആൾക്ക്, അതാണ് നമ്മുടെ വിഷയം, താജുൽ വഖാർ, താജുൽ വഖാർ അണിയിക്കപ്പെടുന്നു. അതേപോലെ ഷഹീദിനെ കുറിച്ച് പറയുന്നിടത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലി ഷഹീദ് സിത്തു ഹിസാൽ, ഷഹീദിന് 6 അനുഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്ന് വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, ഷഹീദിൻ്റെ തലയിൽ താജുൽ വഖാർ ചൂടപ്പെടും, അണിയിക്കപ്പെടും എന്ന് പറയും. ഏതായാലും ഇതാണ് ഈ വഖാർ എന്നുള്ളതുണ്ടല്ലോ, അത് അറിയിക്കുന്നത് ഒതുക്കം, ഗാംഭീര്യം എന്നുള്ളതൊക്കെയാണ്. ആ ആശയത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. ഇവിടെ അതേപോലെ തന്നെ ഇത് ഒരു സിഖൽ, അതിനെയാണ് അറിയിക്കുന്നത്, ഗാംഭീര്യത്തെ, ഭാരത്തെയാണ് അറിയിക്കുന്നത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കഅന്ന ഫീ ഉദുനൈഹി, ഖുർആൻ ഓതിയിട്ട് അത് കേൾക്കാൻ നിൽക്കാതെ, അല്ലെങ്കിൽ കേട്ടിട്ട് കേട്ടില്ലെന്ന മട്ടിൽ നിഗളിച്ച് മടങ്ങുന്നവൻ്റെ കാതുകളിൽ വഖ്റൻ, വഖറുള്ളത് പോലെയാണ് എന്താണ് പറയുന്നത്. അയാളുടെ കാതിൽ വഖറൊന്നുമില്ല, കാരണം എല്ലാം അയാൾക്ക് കേൾക്കാം. ഈ പറയുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് കേൾക്കാത്ത ഒരു കേടുമില്ല. പക്ഷേ എന്ത് കേൾക്കാൻ കേടുണ്ട്? ഖുർആൻ കേൾക്കാൻ അയാൾക്ക് പ്രശ്നമാണ്. ഖുർആൻ അയാളുടെ നേരെ ഓതിയിട്ടുണ്ടെങ്കിൽ കഅല്ലം യസ്മഅഹ, കേട്ടിട്ടില്ല എന്ന പോലെ അയാൾ അഹങ്കരിച്ച് മടങ്ങും. കഅന്ന ഫീ ഉദ്നൈഹി വഖറൻ, ഇവിടെ കേടൊന്നുമില്ലാത്ത കാതാണെന്നാലും കേട്ടിട്ടില്ലാത്ത പോലെ. ഇവിടെ കാതുകൾ രണ്ടിലും എന്തോ ഒരു ബധിരത ഉള്ളതുപോലെ. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നറിയില്ല എന്ന മാതിരി അങ്ങനത്തെ പോക്കാണ്. കാതിലിന് എന്തോ ഒരു മുദ്ര ചാർത്തപ്പെട്ടതുപോലെ, ഭാരം വെക്കപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ ബധിരത കാതിന് പിടികൂടിയതുപോലെ അയാൾ മടങ്ങും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇദാ തുത്ല അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹ കഅന്ന ഫീ ഉദ്നൈഹി വഖറൻ. അള്ളാഹു പറയാണ് ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. ഫബശ്ശിർഹു, അതിനാൽ എന്ന് പറഞ്ഞാൽ ഈ പരിപാടി ഉണ്ടല്ലോ, ഇതൊക്കെ കാരണത്താൽ അവന് സന്തോഷവാർത്ത അറിയിക്കുക. ഫബശ്ശിർഹു ബിഅദാബിൻ അലീമിൻ. അലീം, നോവേറ്റുന്ന വേദനാജനകമായ അദാബ്, ശിക്ഷ കൊണ്ട്. ബഷീർഹു, അവന് സന്തോഷവാർത്ത അറിയിക്കുക എന്നുള്ളതാണ്. ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ അവന് അല്ലോ ഈ ലഹുൽ ഹദീസൊക്കെ വാങ്ങി ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അവന് ആളുകളോട് സന്തോഷവാർത്ത അറിയിച്ചിനി. ഈ കേട്ട ഖുർആൻ സ്വീകരിക്കാതിരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടാക്കാതിരിക്കാൻ ഒക്കെ അവന് പലതും പറഞ്ഞു കൊടുത്തിരുന്നു, പ്രോമിസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ചെയ്ത കുറ്റത്തിനനുസരിച്ചാണ് അവനുള്ള ശിക്ഷ. ഫബശ്ശിർഹു, അവനും സന്തോഷവാർത്ത അറിയിക്കാനാണ്. എന്താണ് അവിടുത്തെ സന്തോഷവാർത്ത? ബിഅദാബിൻ അലീമിൻ, നോവ് ഏറ്റുന്ന അദാബ് കൊണ്ടുള്ള ശിക്ഷ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആൾക്ക് കൊടുക്കുന്ന സമ്മാനം. നബർ ബിൻ ഹാരിസാണ് ഇവിടെ ഉദ്ദേശം. പക്ഷേ അയാളുടെ പരിമിതമല്ല. ആയത്തിൻ്റെ അവതരണം ഈ വ്യക്തിയിലാണെങ്കിലും, പക്ഷേ ഈ സ്വഭാവം ആർക്കൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഈ ആയത്തിൻ്റെ വിധി ബാധകമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് ഈ ആളുകളെ പഴപ്പിക്കാനുള്ള വിഷയങ്ങൾ. നമ്മൾ പറഞ്ഞ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞെങ്കിൽ കേവലം സംഗീതമയമായ പാട്ടും കാര്യങ്ങളും മാത്രമല്ല. പിന്നെയോ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ആശയം വിശാലമാണ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന്, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധയെ പിടിച്ചു വലിക്കുന്നതൊക്കെ ലഹുൽ ഹദീസാണ്. എല്ലാ വ്യർത്ഥങ്ങളും ലഹുൽ ഹദീസിൽപ്പെട്ടതാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പരിഹാസത്തിൻ്റെ വിഷയം ഇതിൽ ഒരു തഫ്സീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കാനും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനെ കളവാക്കാനും മക്കക്കാർ കൊണ്ടുപിടിച്ച ഒരു വിഷയമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവർ മജ്നൂൻ എന്ന് പറഞ്ഞത്, ഭ്രാന്തൻ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിഹസിച്ച ആളെ വിശുദ്ധ ഖുർആനിൽ താരതമ്യേന ആദ്യ സമയത്ത് ഇറങ്ങിയ സൂറത്താണ് സൂറത്ത് നൂൻ വൽ ഖലം. അതിൽ ഉണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഒരു മജ്നൂൻ പറഞ്ഞിട്ടാണ് അന്ന് അവർ പരിഹസിച്ചത്. എന്താ പറഞ്ഞത്? നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് തീർപ്പാക്കി പറയാണ്, താങ്കൾ ഒരിക്കലും മജ്നൂനല്ല എന്ന് പറയുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഭ്രാന്തനല്ല എന്ന് പറഞ്ഞിട്ട് പറയേണ്ടത് എന്താ? നിങ്ങൾ ആരോഗ്യവാനാണ്, സ്വബോധമുള്ളവനാണെന്നാണ് പറയേണ്ടത്. പക്ഷെ അള്ളാഹ് എന്താ പറഞ്ഞത്? വഇന്നക ലഅല ഖുലുഖിൻ അദീം എന്നാണ് പറഞ്ഞത്. ഭ്രാന്തില്ലാത്തൊരവസ്ഥ മാത്രമല്ല അങ്ങേക്ക്, പിന്നെ അങ്ങക്ക് എല്ലാ സ്വഭാവങ്ങളും ഖുലുഖിൻ അദീം എന്നാണ്, മഹത്തായ എല്ലാ സ്വഭാവങ്ങളും എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ള ആളാണ്. താങ്കൾ സ്വഭാവങ്ങൾക്ക് മീതതാണ്. ലഅല ഖുലുഖിൻ അദീമിൻ, മഹത്തായ എല്ലാ സ്വഭാവങ്ങളുടെയും മീതയാണ് താങ്കൾ എന്നാണ് പറഞ്ഞത്.
അള്ളാഹു അങ്ങനെ പ്രതികരിച്ചു. എന്നിട്ട് ഈ മജ്നൂൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല 10 വിശേഷണങ്ങളാണ് കൊടുത്തത്. 10 വിശേഷണങ്ങൾ. ആ 10 വിശേഷണങ്ങളും ഈ പരിഹസിച്ചവനെ പാതാളത്തിലേക്ക് താഴ്ത്താൻ മാത്രം 10 വിശേഷണങ്ങളാണ് കൊടുത്തത്. അതെന്താ? അതിൽ പിന്നെ വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ എന്നല്ലേ. ഫലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം അൻ കാന ദാ മാലി വബനീൻ. അതിലുണ്ടല്ലോ ഈ വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, അവിടെ അൽ മുദാഹന തുടങ്ങിയ വിശേഷണം തൊട്ട് പിന്നെ ഫലാ തുതിഉ കുല്ല ഹല്ലാഫിൻ ഫലാ തുതിഉൽ മുകദ്ദിബീൻ. മുകദ്ദിബീൻ അതൊരു വിശേഷണമാണ്, കളവ് പറയുന്നവനാണ്. അതേപോലെ മുദാഹന എന്നതാ ആളുകളെ സോപ്പിട്ട് മയക്കണ ആൾ എന്നുള്ളതാണ്. അപ്പോൾ സോപ്പിട്ട് മയക്കൽ, അതേപോലെ തന്നെ ഖെദിബ് കളവ്, പിന്നെ ഫലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ വേണ്ടാത്തുള്ള സത്യം ചെയ്യുന്നവൻ, അതേപോലെ തന്നെ നിന്യൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് 10 വിശേഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് പിന്നെ ആനൂന വൽ ഖനമിൻ്റെ തുടക്കത്തിൽ 10 എണ്ണം പറഞ്ഞു. എന്നിട്ട് അവസാനം സനസിമുഹു അലൽ ഖുർത്തൂം, അല്ല പറയാണ് സനസിമുഹു നാം അവന് അടയാളം വെക്കും അലൽ ഖുർത്തൂം. ഖുർത്തൂം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഖുർത്തൂം മൂക്കാണ്. അള്ളാഹു മൂക്ക് എന്നല്ല പറഞ്ഞത്, ഖുർത്തൂം എന്ന് പറഞ്ഞത്. ഖുർത്തൂമായിരിക്കാം, ഖുർത്തൂം ആനക്കാണ്, തുമ്പിക്കൈയാണ്. തുമ്പിക്കൈ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മൂക്കത്ത് ഞാൻ അടയാളം ഇടുന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഷറഫാക്കപ്പെട്ട അവയവേത അവൻ്റെ മുഖമാണ്. മുഖത്തിൽ ഏറ്റവും മുന്തിക്കണത് ഏതാ? മൂക്കാണ്. മൂക്ക് വികൃതായ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് സനസിമുഹു അലൽ ഖുർത്തൂം, അവൻ്റെ ഖുർത്തൂമിന് ഞാൻ അടയാളം ഇടുന്നതാണ്, വികൃതാക്കുന്നതാണ്. അള്ളാഹു കാക്കട്ടെ. എന്താ അത് അവസാനം. അത് ഈ 10 വിശേഷണം കൂടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ച് ഇത് പറഞ്ഞോന് 10 വിശേഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. എന്നിട്ട് ആ 10 വിശേഷണങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചത് ഇത് പറഞ്ഞിട്ടാണ്, സനസിമുഹു അലൽ ഖുർത്തൂം എന്ന് പറഞ്ഞു. അവൻ്റെ ഖുർത്തൂമിന് ഞാൻ അവനെ അടയാളിടും, എന്നിട്ട് ഞാൻ അവനെ അപമാനിതനാക്കും, അവഹേളിക്കും എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യം അവസാനിപ്പിച്ചത്. ഈ തഫ്സീറിൽ പറയാണ് ഈ പിന്നെ പരിഹാസം അത് പ്രത്യേകിച്ച് ആർക്ക് നേരെ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖാമിന് നേരെ പരിഹാസത്തിൻ്റെ വർത്തമാനം അതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കാത്ത വിഷയമാണ്. ഒരിക്കലും അള്ളാഹു സമ്മതിക്കാത്ത വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സഹിയായി ഉദ്ധരിക്കപ്പെട്ട ഹദീസിനെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അതാരെ പരിഹസിക്കല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു സ്വഭാവം അതിനെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അതാരെ പരിഹസിക്കല? അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അതിനെ കൊച്ചാക്കി കളിയാക്കിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖാമിനെ പരിഹസിക്കലാണ്. അതുകൊണ്ടാണ് വളരെ ഗൗരവമാണ് ഇത്തരം വിഷയങ്ങൾ എന്ന് മനസ്സിലാക്കാൻ പണ്ഡിതന്മാരിങ്ങനെ ഉദാഹരണം പറഞ്ഞു തരുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ മക്കത്ത് അന്ന് മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്നൂൻ എന്ന് പറഞ്ഞത് പറയുമ്പോൾ അവർക്കറിയാം ഞങ്ങൾ ആരെക്കുറിച്ചാണ് മജ്നൂൻ എന്ന് പറയുന്നത്, അത് മജ്നൂനല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞത് വമാ സാഹിബുക്കും ബി മജ്നൂൻ, ഒരിക്കലും മജ്നൂനല്ല എന്ന് പറയുന്നത്. അത് അവർക്കറിയാം. പക്ഷെ അവരെന്തെങ്കിലും പറയണ്ടേ, ആ നിലക്ക് അവർ പറയായിരുന്നു. പക്ഷെ എന്നിട്ടും നോക്കി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന്. അപ്പോൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖാമിന് നേരെ പരിഹാസം വരുന്ന രീതിയിലുള്ളതായ വർത്തമാനങ്ങൾ, പെരുമാറ്റങ്ങൾ അതൊരിക്കലും സഹ്യമല്ല നമ്മുടെ ദീനിൽ എന്നുള്ളതാണ്. അതിന് മനസ്സിലാക്കാനാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. ഏതായാലും ഇവിടെ നമ്മൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ആ ഒരു വിഷയമാണ് പ്രത്യേകം മനസ്സിലാക്കുന്നത്. നമുക്ക് ഇനി ഇതിനെ തുടർന്നുള്ള വചനങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്